തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. പടിയൂരിൽ ഇന്നലെയാണ് വീടിനുള്ളിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ഇയാൾ ഈ ഭാര്യമാരെ കൊല്ലുന്നതിൽ ഇയാളൊരു വിഖ്യാതനാണല്ലേ? രണ്ടുപേരുടെ ജീവനെടുത്ത പ്രതിയാണ് ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നത്. ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഊർജിതമാക്കുന്നത്. 2019 ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തുന്നത്. ഉദയംപേരൂർ സ്വദേശിനിയായിട്ടുള്ള വിധി അന്ന് കൊലപ്പെടുത്തുകയും പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി കഴിയുന്നതിനിടയിലാണ് പ്രതി ഈ രേഖയുമായി അടുപ്പത്തിലാകുന്നത്. പിന്നീട് രേഖയെ വിവാഹം കഴിച്ച് ഈ തൃശ്ശൂരിൽ തന്നെ താമസം തുടങ്ങുന്നത്. ഇന്നലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ രേഖയെയും രേഖയുടെ അമ്മ മണിയെയും കണ്ടെത്തുന്നത്. വലിയ രീതിയിൽ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അറിഞ്ഞ നാട്ടുകാർ ഈ രേഖയുടെ സഹോദരിയെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. അങ്ങനെ സഹോദരി എത്തി നോക്കുന്ന സമയത്താണ് ഇരുവരെയും വീടിനുള്ളിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീടിനുള്ളിൽ ഈ പിടിവലി നടന്നതിൻ്റെ അടക്കം ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നത്. ഇന്ന് ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. ഈ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ കാലപ്പഴക്കമുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്നാണ് കൊലപാതകം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രേംകുമാർ ഈ കൊലപാതകത്തിന് ശേഷം തൃശ്ശൂർ ജില്ല വിട്ടിരിക്കുന്നു. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ പ്രേംകുമാറിനെ കണ്ടെത്തുന്നതിന് വിവിധ സ്റ്റേഷനുകളിലടക്കം അലേർട്ട് നൽകിക്കൊണ്ടുള്ള ഒരു വിപുലമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.